നമസ്കാരം. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇന്നലെ ഒരു ഹർത്താൽ നടന്നു. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹർത്താൽ. ശക്തി പ്രകടനം ഏതായാലും വിജയിച്ചിട്ടുണ്ട്, ജനജീവിതം സ്തംഭിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹർത്താൽ നടത്തിയത് എന്ന് നമുക്കറിയാം. നിതിൻ രാജിന്റെ മരണത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഹർത്താൽ. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹർത്താൽ എന്ന് ഒന്നുകൂടി നമ്മൾ ചോദിച്ചാൽ എന്നതായിരിക്കും ഉത്തരം. ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കൗതുകമുള്ള ഒരു കാഴ്ച, നമുക്കൊക്കെ സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു കാഴ്ച ഇന്നലത്തെ ഹർത്താലിനിടെ കാണാൻ സാധിച്ചു. ഒരു പയ്യൻ അയാളുടെ സ്ഥാപനത്തിലിരിക്കുകയാണ്, ഒരു വാച്ച് കടയോ മറ്റോ ആണ്. അവിടേക്ക് വന്ന് സമരാനുകൂലികൾ പറയുന്നു ഇത് അടയ്ക്കണം. അത് സിസ്റ്റം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ക്ലോസ് ചെയ്യണ്ടേ? അതിനുള്ള ഒരു സമാധാനം കൊടുക്കുന്നില്ല. എന്താടാ അടയ്ക്കടാ 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 എന്ന് പറഞ്ഞ് അങ്ങ് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യൻ അങ്ങോട്ട് എഴുന്നേറ്റ് ടേബിൾ അടച്ച എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചപ്പം ഈ സമരാനുകൂലികളെല്ലാം വാല് ചുരുട്ടി. ആ ഒരു ആവേശം അങ്ങ് പെട്ടെന്നാണ് കെട്ടടങ്ങിയത്. ഒരാൾ കൃത്യമായിട്ട് പ്രതികരിച്ചപ്പോൾ അയാളുടെ കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾക്ക് ആ മാസത്തെ ലോൺ അടയ്ക്കണം, അയാളുടെ വീട്ടിലേക്കുള്ള ചെലവ് നടക്കണം, അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, 100,000 കാര്യങ്ങളുണ്ട്. സർക്കാരിന് ടാക്സ് കൊടുക്കുന്നത് നാട്ടുകാരല്ല, ഈ കടം വിലയൊക്കെ വാങ്ങിച്ച് ബ്ലേഡുകാരുടെ നിന്ന് വരെ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ട് ഓരോരുത്തന്മാർ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ ചെന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ ഉടനെ അങ്ങ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇവരുടെയൊക്കെ കുടുംബത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, ഇവരുടെയൊക്കെ ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. ഒരു വലിയ അവകാശ ലംഘനമാണ് അവിടെ നടന്നത്. അതിനെതിരെ വളരെ കൃത്യമായിട്ട് ആ പയ്യൻ പ്രതികരിച്ചു. ചുണക്കുട്ടൻ എന്ന് പറഞ്ഞ ഇതാണ്, നല്ല മരണ മാസ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നിട്ട് കൊടി കൊണ്ടൊക്കെ കുത്താൻ ചെല്ലുകയാണ് ആ പയ്യനെ. കൊടിയുടെ തുമ്പത്ത് കയറി പിടിച്ചതോടുകൂടി ഇവന്മാർക്ക് മനസ്സിലായി ചെക്കൻ്റെ അടുത്തൊന്നും നടക്കില്ല എന്ന്. അവസാനം പിന്നെ ചെക്കൻ വല്ല ലഹരിയുടെ അടിമയായിരുന്നു എന്നും എല്ലാം പറഞ്ഞങ്ങ് നടന്നാൽ മതിയല്ലോ. എന്തൊക്കെ തോന്നിയാസങ്ങളും തെമ്മാടിത്തരങ്ങളും കാണിച്ചത്. ഒരു ക്യാൻസർ രോഗിയെ വഴി തടഞ്ഞു വെച്ചിട്ട് നീ ഞങ്ങളുടെ ശക്തി പ്രകടനത്തെ ചെറുതായി കാണും അല്ലേടാ, ഞങ്ങളെക്കാൾ ഉറച്ച് സംസാരിക്കും അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗിയോട് അങ്ങനെ പറയുന്നത് ഞാൻ ക്യാൻസർ പേഷ്യന്റ്. അപ്പൊ ഇവർ പലയിടത്തും കാഴ്ചവെച്ച പെർഫോമൻസിലൂടെ മനസ്സിലാകുന്നത് ശക്തി പ്രകടനം നടത്തണം, ഞങ്ങൾ ഇത്രയും ശക്തരാണ് എന്ന് ആരെയോ കാണിച്ചു കൊടുക്കണം എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പൊതുജനങ്ങൾ എന്ത് പിഴച്ച് ബാങ്കിൽ പോയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ നടത്തേണ്ട ആളുകളുണ്ട്, റോഡിലോട്ട് ഇറങ്ങിയിട്ട് പല കാര്യങ്ങളും നടത്തേണ്ട ആളുകളുണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് തലമുറകൾക്ക് വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയിട്ടത് വെറുതെ ഇരുന്ന് തിന്ന് ഉറങ്ങുന്ന ആളുകളല്ല, അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പലയിടങ്ങളിലും ദൂരയാത്രകൾ കഴിഞ്ഞ് മടങ്ങി വരുന്നവർ ഇതൊന്നും കൃത്യമായിട്ട് അറിയണമെന്നില്ല. ബസ് തടയില്ല, കടയൊന്നും നിർബന്ധിച്ച് അടപ്പിക്കില്ല, ജനജീവിതത്തെ ഇത് ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹർത്താലിന് ഒരുമ്പെട്ടത്. എന്തൊരു നീതികേടാണ്. ഈ കേരളത്തിൽ മാത്രം അരങ്ങേറുന്ന ഒരു കലാരൂപമാണിത്. ഇവിടെ ഇത് വിജയിക്കുകയുള്ളൂ. ജനങ്ങളൊക്കെ എന്നാണ് പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? എന്നിട്ട് ഒരു വശത്തെ ഇവർ പറയുന്നത് അത് നമ്മൾ നടത്തുന്ന ഹർത്താലിനോട് മൈത്തമാണോ? മാലാപാർവതിയൊക്കെ ഇരുന്ന് ഗംഭീരമായിട്ട് എഴുതി തകർക്കുന്നത് കണ്ടു. ഇത്രയും നാൾ ഹർത്താൽ ഉണ്ടായിട്ട് ഇത്രയും ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന്. പൊതുജനം എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഏത് ഹർത്താലിനോടാണ് സഹകരിച്ച ചരിത്രമുള്ളത്? നമുക്കെന്നും ഈ ഹർത്താലും ബന്ധുവൊക്കെ ഒരു തലവേദന തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു ഇന്നലെ സർജിക്കൽ സ്ട്രൈക്കിൽ ബന്ദ് ആഘോഷിച്ചിട്ടുള്ള മലയാളികൾ വരെയുണ്ട്, ബന്ദ് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. കോഴിയിറച്ചി തലേ ദിവസം കൂടുതൽ കച്ചവടം നടക്കുന്നതാണ് ബന്ദിന്റെ തലേ ദിവസം. അതായത് കോഴിയിറച്ചിയൊക്കെ വാങ്ങിച്ച് മദ്യപിക്കുന്നവർ മദ്യമൊക്കെ വാങ്ങിച്ച് ബന്ദിന്റെ ദിവസം, ഹർത്താലിന്റെ ദിവസം വീട്ടിലിരുന്ന് ആഘോഷിക്കുകയാണെന്ന് മലയാളികൾ. ആര് പറഞ്ഞു കൊടുത്ത വിഡ്ഢിത്തരാണോ എന്തോ. എന്നിട്ട് പറയുന്നത് എന്തിനാണ് ഈ ഹർത്താൽ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നിതിൻ രാജിന് നീതി കിട്ടാൻ വേണ്ടിയാണ്. ഏത് തരത്തിലാണ് ആ പാവം പയ്യൻ ഇതിലൂടെ നീതി കിട്ടുന്നത്? പൊതുജനങ്ങളെ തടസ്സപ്പെടുത്തിയാൽ, പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിയാൽ, ജീവിതം തടസ്സപ്പെടുത്തിയാൽ, നിത്യജീവിതത്തിനുള്ള വരുമാന മാർഗം തടസ്സപ്പെടുത്തിയാൽ എങ്ങനെയാണ് നിതിൻ രാജിന് നീതി കിട്ടുക? ഇന്നലത്തെ ഹർത്താൽ വിജയമായിരുന്നു എന്ന് ഇവർ പറയും. കുറെ ആളുകളുടെ ജീവിതം സ്തംഭിപ്പിക്കാൻ പറ്റി, സ്തംഭിപ്പിച്ചു സകലതും കേരളത്തെ. പക്ഷേ നിതിൻ രാജിന് നീതി കിട്ടിയോ? ഇന്നലെയാണ് ഈ ഹർത്താൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ 1-ാം പ്രതിയായിട്ടുള്ള ഈ ഡോക്ടർ റാം എന്ന് പേരുള്ള അധ്യാപകൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് അറിയാമോ?
നിതിൻ രാജ് നേരത്തെ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ്, അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ലോൺ ആപ്പിന്റെ പേരിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയാണ് കാരണം. അല്ലാതെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല, തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എനിക്ക് ജാമ്യം തരണമെന്ന് കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഇന്നലെ ഇവിടെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളോടുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണിക്കേണ്ടതെങ്കിൽ എവിടെ പോയാൽ പ്രതിഷേധിക്കേണ്ടത്? ഒന്നുമില്ല, അയാൾ താമസിക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ ഈ ദന്തൽ കോളേജിന്റെ പരിസരത്ത്, അവിടെയൊക്കെ അല്ലേ ചെന്ന് കിടന്ന് ഈ പ്രകടനം കാണിക്കേണ്ടത്? വെറുതെ ക്യാൻസർ രോഗത്തിന് മരുന്ന് വാങ്ങിച്ച് മരുന്നിന്റെ പുറത്ത് ജീവിച്ചു പോകുന്ന ആളുകളെയൊക്കെ വഴി തടഞ്ഞു നിർത്തി ഗുണ്ടായുസം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹർത്താലിന് നിരക്കുന്ന പരിപാടിയാണോ? മനുഷ്യന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമാണോ? തോന്നിയാസല്ലേ പച്ചയ്ക്ക് പറഞ്ഞാൽ ചെയ്തത്. അപ്പൊ ഈ പയ്യൻ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനായിരുന്നു ആ പയ്യന്റെ സ്ഥാനത്തെങ്കിലും അങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ അർത്ഥം നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണ് എന്ന ആവശ്യത്തെ നമ്മൾ തള്ളുകയാണ് എന്നല്ല, അല്ലെങ്കിൽ നിതിൻ രാജിന്റെ കൊലയാളികളെ പിടികൂടണ്ട എന്ന് നമ്മൾ പറയുകയല്ല. നിതിൻ രാജിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ അവർക്കെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ, അന്യായങ്ങൾക്കെതിരെ അങ്ങേയറ്റത്തെ ദുഃഖവും രോഷവും നമുക്കുമുണ്ട്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ? ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചാണോ അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ദിവസം ജനങ്ങൾ അങ്ങ് ബുദ്ധിമുട്ടിയെന്നിരിക്കട്ടെ, ഞങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്, ഞങ്ങൾ എങ്ങോട്ടും അനങ്ങുന്നില്ല, ഞങ്ങളുടെ അന്നത്തെ വേതനവും വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഹർത്താലിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഞങ്ങൾ എങ്ങോട്ടും പോകാതെ, വണ്ടി ഓടാതെ, കട തുറക്കാതെ സഹകരിച്ചാൽ നിതിൻ രാജിന് നീതി ലഭിക്കുമോ? 1-ാം പ്രതിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഇവിടെ ഉണ്ടാകുമോ? അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുമോ? ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ? പിന്നെ എന്തിനാണ്? ഇവിടെ എല്ലാ സമുദായ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട്, ഓരോ രാഷ്ട്രീയ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട്. അതിലെല്ലാം കുറെ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങി തിരിച്ചാൽ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടെ കടകൾ അടപ്പിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമല്ല. അതിലൂടെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? അത് മാത്രമാണ് എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം. ഇതാണ് ഇവർ ഈ ഹർത്താൽ നടത്തുന്നതുകൊണ്ട്. ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്കിൽ ഇരുന്ന് പറയുകയാണ്, ഈ ഹർത്താൽ എന്തിനെന്ന് ചോദിക്കുന്നവർ എന്തുകൊണ്ടാണ് നിതിൻ രാജിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന്. നിതിൻ രാജിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി വാദിക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് പ്രയോജനം എന്താണ്? അനിവാര്യമായി സംഘടിപ്പിക്കേണ്ട ഒരു ഹർത്താൽ തന്നെയായിരുന്നു ഇന്ന് നടന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ഒരു ആശുപത്രി കേസുമായിട്ട് പോകുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു മനുഷ്യൻ തട്ടിക്കയറുന്ന ഒരു കാഴ്ച കണ്ടു. അവർ പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് മറ്റാരോ അവിടെ അഡ്മിറ്റ് ആണ്, ഞങ്ങൾ ചെന്നിട്ട് വേണം അടുത്ത ആളുകൾക്ക് വരാൻ, ഞങ്ങൾ അവിടെ അത്യാവശ്യമായിട്ട് ചെല്ലണം. അവിടെ അഡ്മിറ്റ് ചെയ്തില്ലേ ബാക്കി ആശുപത്രിക്കാർ നോക്കിക്കോളും, നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന്. ആശുപത്രി, പാല്, പത്രം, മാധ്യമം ഇതിനെ ഒന്നും ഒരു ഹർത്താലുകളും തടസ്സപ്പെടുത്താത്തതാണ്. അതുവരെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ മൊത്തം ഒരു ദിവസം പിടിച്ചു കുലുക്കുക, ജനങ്ങൾക്ക് ആ കുട്ടിയുടെ മരണത്തിലുള്ള ദുഃഖം പോലും കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ആവശ്യം. മനുഷ്യനെങ്കിൽ ശപിക്കുകയാണ്. ഒരു വർക്കിംഗ് ഡേ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ആവശ്യങ്ങൾ, മാസം അവസാനിക്കുന്നു, ലോൺ അടയ്ക്കാനുള്ള ആളുകൾ കാണും, അതിനുള്ള വക കണ്ടെത്തേണ്ട ആളുകൾ കാണും, ജോലി ചെയ്യേണ്ട ആളുകൾ കാണും, മാസം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ക്ലോസ് ചെയ്യേണ്ട ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട്. അതൊക്കെ പരിഗണിക്കാതെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ശക്തി പ്രകടനം നടത്തുന്നത്? പൊതുജനങ്ങൾ എന്ത് പഠിച്ചു? രാഷ്ട്രീയക്കാർ കയറിയാലും പൊതുജനങ്ങളുടെ നെഞ്ചത്ത്, സമുദായ സംഘടനകൾ കയറിയാലും പൊതുജനങ്ങളുടെ നെഞ്ചത്ത്, ആരെങ്കിലും മരണപ്പെട്ടാലും, ഒരു കൊലപാതകം നടന്നാലും, ഒരു ദുരന്തം നടന്നാലും എല്ലാം സാധാരണക്കാരുടെ നെഞ്ചത്തേക്കാണ് ഇതെല്ലാം കയറുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ ഒന്നും ഈ ഹർത്താലുകളൊന്നും ബാധിക്കില്ല. ഇടത്തരക്കാരായിട്ടുള്ള ഹോട്ടൽ ഉടമകളൊക്കെ, അവരൊക്കെ ഇത് ബാധിക്കില്ല എന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് അവരൊക്കെ ആഹാരം ഉണ്ടാക്കി വെച്ചത്. അത് അത്രയും പാഴാകുകയല്ലേ ചെയ്തത്? എത്ര ഹോട്ടലുകളിൽ കയറിയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ഷട്ടർ ഇട്ടത്? അതൊക്കെ എത്ര തെമ്മാടിത്തരമാണ്. ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുള്ള മറ്റൊരു കാര്യം, ഹൈക്കോടതി സ്വമേധയ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹർത്താലിനെതിരെ. അത് മാതൃകാപരമാണ്. ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് മറ്റൊരാളുടെ ജീവിതം തടസ്സപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ടോ, എനിക്ക് ഒരാളുടെ സമയം പിടിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ഓരോ സംഘടനകളും ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പം നമ്മൾ പച്ചവെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി ഈ ഒരു ഹർത്താൽ തന്നെ. എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കാര്യം കൂടുതൽ വഷളാകുകയല്ലേ ചെയ്തത്. വിലക്കയറ്റത്തിനെതിരെ ഹർത്താൽ നടത്തും. ഈ വിലക്കയറ്റത്തിനെതിരെ ഹർത്താൽ നടത്തിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ വില, സാധനങ്ങളുടെ വില കുറഞ്ഞ ഒരു ചരിത്രം ഇവിടെ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം ഏതെങ്കിലും ഒരു ഹർത്താലിലൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആരുടെയെങ്കിലും അറിവിൽ അതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടെങ്കിലും പറഞ്ഞു തരണേ. എനിക്കറിവില്ല.
ഏതായാലും കൃത്യമായിട്ട് അവിടെ പ്രതികരിക്കാൻ മനസാന്നിധ്യം കാണിച്ച, നമ്മുടെ തൊഴിൽ നമ്മുടെ അവകാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിച്ച ആ ആൺകുട്ടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും.